നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചിത്രം വ്യക്തം, ഇനി പോരാട്ടത്തിലേക്ക്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡുകളുടെയും അധ്യക്ഷ സ്ഥാനങ്ങളുടെയും നറുക്കെടുപ്പ് പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ സജീവമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. കലയുടെ മൊഞ്ചോടെ ചേലുള്ള കാഴ്ചകളുമായി ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം സമാപനത്തിലേക്ക്. 374 പോയിന്റുമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ പോയിന്റ് നിലയിൽ മുന്നിൽ, മമ്മിയൂർ LF തൊട്ടുപിന്നിൽ. കലാമേളയ്ക്ക് വെള്ളിയാഴ്ച കൊടിയിറങ്ങും. സമാപന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS സമ്മാനദാനം നിർവഹിക്കും. നിശ്ചയിച്ചതിലും സമയം വൈകിയുള്ള മത്സരങ്ങളെ തുടർന്ന് ദുരിതത്തിലായി വിദ്യാർത്ഥികൾ. ഒപ്പന മത്സരത്തിനു ശേഷം നിരവധി വിദ്യാർത്ഥിനികൾ കുഴഞ്ഞു വീണു. 3 കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കലോത്സവ നഗരിയിൽ ബൈക്കിടിച്ച് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. ഗുരുവായൂരിൽ ഗൃഹനാഥൻ ജീവനൊടുക്കിയ സംഭവം. ആരോപണ വിധേയനായ കൗൺസിലറെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് UDF കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. വിശദമായ വാർത്തയിലേക്ക്. ചിത്രം വ്യക്തം, ഇനി പോരാട്ടത്തിലേക്ക്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡുകളുടെയും അധ്യക്ഷ സ്ഥാനങ്ങളുടെയും നറുക്കെടുപ്പ് പൂർത്തിയായി. ഇതോടെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ സജീവമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് പൂർത്തീകരിച്ചത്. മേഖലയിൽ കാട്ടകമ്പാൽ, ചൊവ്വന്നൂർ, കണ്ടാണശ്ശേരി, പുന്നയൂർക്കുളം പഞ്ചായത്തുകളിലെ അധ്യക്ഷ സ്ഥാനം ജനറൽ വിഭാഗത്തിനാണ്. കഴിഞ്ഞ തവണ അധ്യക്ഷസ്ഥാനം ജനറൽ വിഭാഗത്തിനായിരുന്ന പോർക്കുളം പഞ്ചായത്തിൽ ഇക്കുറിയും അധ്യക്ഷസ്ഥാനം ജനറൽ വിഭാഗത്തിന് തന്നെയാണ്. കടവല്ലൂർ, വേലൂർ, എരുമപ്പെട്ടി, എളവള്ളി, പുന്നയൂർ, വടക്കേക്കാട് എന്നീ പഞ്ചായത്തുകളിൽ അധ്യക്ഷസ്ഥാനം വനിതകൾക്കാണ്. ഈ പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ അധ്യക്ഷസ്ഥാനം ജനറൽ വിഭാഗത്തിനായിരുന്നു. ചൂണ്ടൽ പഞ്ചായത്തിൽ പട്ടികജാതി സ്ത്രീകൾക്കായാണ് അധ്യക്ഷസ്ഥാനം സംവരണം ചെയ്തിട്ടുള്ളത്. മേഖലയിൽ പട്ടികജാതി സ്ത്രീകൾക്കായി അധ്യക്ഷസ്ഥാനം സംവരണം ചെയ്ത ഏക പഞ്ചായത്തും ചൂണ്ടലാണ്. ഏറെക്കാലമായി ഇവിടെ ജനറൽ വനിതാ പ്രസിഡന്റുമാരാണ് അധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്നത്. ആദ്യമായാണ് ചൂണ്ടലിൽ അധ്യക്ഷസ്ഥാനം പട്ടികജാതി വിഭാഗത്തിലെ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നത്. പഞ്ചായത്തുകളിലെ അധ്യക്ഷ പദവിയുടെ നറുക്കെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ ഓരോ വാർഡിലേക്കും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. തീരത്ത് കലയുടെ വേലിയേറ്റം. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന് വെള്ളിയാഴ്ച തിരശ്ശീല വീഴും. 4 ദിവസങ്ങളിലായി എടക്കഴിയൂർ CD സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലാമത്സരങ്ങൾ നടക്കുന്നത്. 3-ാം ദിനത്തിൽ ഒപ്പന, സംഘനൃത്തം, ദഫ്മുട്ട്, അർബനമുട്ട്, പരിചമുട്ടുകളി, കോൽക്കളി തുടങ്ങിയ ഗ്ലാമർ ഇനങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ കലാപ്രതിഭകൾ മാറ്റുരച്ചു. പ്രധാന മത്സരങ്ങൾ നടക്കുന്ന വേദികൾക്ക് മുന്നിലെ സദസ്സിലെല്ലാം പ്രായഭേദമന്യേയുള്ള ജനപങ്കാളിത്തമാണ് കാണാനായത്. ശക്തമായ ചൂടിനെ അവഗണിച്ചും നിരവധി പേർ മത്സരങ്ങൾ ആസ്വദിക്കാനെത്തി. കലോത്സവത്തിൽ 374 പോയിന്റുമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളാണ് 1-ാം സ്ഥാനത്ത്. 362 പോയിന്റ് നേടി മമ്മിയൂർ LF കോൺവെന്റ് ഗേൾസ് HSS 2-ാം സ്ഥാനത്തും 297 പോയിന്റ് നേടി വടക്കേക്കാട് ICA ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ 3-ാം സ്ഥാനത്തുമുണ്ട്. അറബി കലോത്സവത്തിൽ മണത്തല ഗവൺമെന്റ് ഹൈസ്കൂൾ, വടക്കേക്കാട് ICA സ്കൂളുകൾ 148 പോയിന്റോടെ 1-ാം സ്ഥാനത്തും തൊഴിയൂർ റഹ്മത്ത് സ്കൂൾ 2-ാം സ്ഥാനത്തുമാണ്. സംസ്കൃത കലോത്സവത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ, ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ, മമ്മിയൂർ LF സ്കൂളുകളും യഥാക്രമം ആദ്യ 3 സ്ഥാനങ്ങളിലുമുണ്ട്. നിശ്ചയിച്ചതിലും സമയം വൈകിയുള്ള മത്സരങ്ങളെ തുടർന്ന് ദുരിതത്തിലായി വിദ്യാർത്ഥിനികൾ. ഒപ്പന മത്സരത്തിനു ശേഷം നിരവധി വിദ്യാർത്ഥികൾ കുഴഞ്ഞു വീണു.
ആരോഗ്യപ്രവർത്തകർക്ക് ഇന്ന് കിട്ടിയത് 8ന്റെ പണിയായിരുന്നു. ഷെഡ്യൂൾ ചെയ്തതിലും വൈകി മത്സരം ആരംഭിക്കുന്നതാണ് വിനയാകുന്നത്. നൃത്ത മത്സരത്തിന് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതിയാണ്. ഇന്ന് ഒപ്പന മത്സരത്തിനു ശേഷം നിരവധി വിദ്യാർത്ഥിനികളാണ് കൂട്ടത്തോടെ തളർന്നു വീണത്. രാവിലെ 6 മണി മുതൽ മത്സരത്തിനായി തയ്യാറായി നിൽക്കുന്നവരാണ് പലരും. എന്നാൽ പറഞ്ഞ സമയത്തിലും വൈകിയാണ് മത്സരങ്ങൾ നടന്നത്. ഭക്ഷണം കഴിച്ചിരുന്നുവെന്നും അമിതമായ ചൂടും ക്ഷീണവും കാരണമാണ് വിദ്യാർത്ഥികൾ തളർന്നു വീണതെന്നും മാതാപിതാക്കൾ പറഞ്ഞു. അധ്വാനഭാരം കൂടുതൽ വേണ്ട ഇനമാണ് ഒപ്പന. അതുകൊണ്ടുതന്നെ രാവിലെ മുതലുള്ള ക്ഷീണം കൂടിയായപ്പോൾ കുട്ടികൾ തളർന്നു വീഴുകയായിരുന്നു. വരിവരിയായാണ് ആംബുലൻസിൽ മെഡിക്കൽ സംഘമുള്ള മുറിയിലേക്ക് കുട്ടികളെ എത്തിച്ചത്. ആരോഗ്യ സംഘം ഉടനടി പ്രാഥമിക ചികിത്സ നൽകി. ചിലർക്ക് ക്ഷീണമകറ്റാനായി ട്രിപ്പ് ഇടേണ്ടി വന്നു. 3 കുട്ടികളെ തുടർ ചികിത്സയ്ക്കായി മറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ചാവക്കാട് ഉപജില്ലാ കലോത്സവ നഗരിയിൽ ബൈക്കിടിച്ച് വിദ്യാർത്ഥിക്ക് പരിക്ക്. എടക്കഴിയൂർ UP സ്കൂളിന് മുന്നിൽ വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. 6ാം ക്ലാസ് വിദ്യാർത്ഥി ഷിഫാനാണ് പരിക്കേറ്റത്. ഇടിച്ച വാഹനം നിർത്താതെ പോയി. കൈയിനും നെറ്റിയിലും പരിക്കേറ്റ കുട്ടിയെ ഉടൻ ആംബുലൻസ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിച്ച വാഹനത്തിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കലോത്സവത്തിന്റെ മറ്റു വാർത്തകൾ ഇടവേളയ്ക്കു ശേഷം തുടരും. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. ഗുരുവായൂരിൽ ഗൃഹനാഥൻ ജീവനൊടുക്കിയ സംഭവത്തിൽ ആരോപണ വിധേയനായ കൗൺസിലറെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് UDF കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. നഗരസഭയുടെ അടിയന്തര കൗൺസിൽ യോഗം ആരംഭിച്ചയുടൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയനാണ് വിഷയം ഉന്നയിച്ചത്. കോട്ടപ്പടി മമ്പറമ്പത്ത് സുഭാഷാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വീഡിയോ പുറത്തുവിട്ട ശേഷം ആത്മഹത്യ ചെയ്തത്. വീഡിയോയിൽ പറയുന്ന കൗൺസിലറെ കൗൺസിലിൽ നിന്നും പുറത്താക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇക്കാര്യം ചർച്ച ചെയ്യാനാവില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് അറിയിച്ചു. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും ഇവിടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലീസ് ഉണ്ടെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. BJP പറയുന്നത് ഏറ്റുപറയുന്ന രീതിയാണ് ഇപ്പോൾ UDF ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടെ UDF കൗൺസിലർമാർ പ്ലക്കാർഡ് ഉയർത്തി മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോകുകയായിരുന്നു. UDF ഇറങ്ങിപ്പോയ ശേഷം അജണ്ടകൾ ചർച്ച ചെയ്ത് പാസാക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ GG കൃഷ്ണയ്യർ സൺസ് വക ഏകാദശി വിളക്ക് ആഘോഷിച്ചു. രാവിലെ കാഴ്ചശീവേലിക്ക് പെരുവനം സതീശന്മാരാരുടെ പ്രമാണത്തിൽ മേളവും ഉച്ചകഴിഞ്ഞ് ചോറ്റാനിക്കര സുഭാഷ് മാരാർ നയിക്കുന്ന പഞ്ചവാദ്യവും അകമ്പടിയായി. സന്ധ്യയ്ക്ക് ശിവരൂപ് തിരുവില്ലാമലയുടെ തായമ്പകയും രാത്രി വിളക്കെഴുന്നള്ളിപ്പുമുണ്ടായിരുന്നു. വിളക്കാഘോഷത്തിന്റെ 7ാം ദിവസമായ നാളെ ക്ഷേത്രം പത്തുകാരുടെ വിളക്കും ശനിയാഴ്ച കോടതി വിളക്കും ആഘോഷിക്കും. പത്തുകാരുടെ വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി രാവിലെയും ഉച്ചതിരിഞ്ഞും കാഴ്ചശീവേലിക്ക് ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയാകും. സന്ധ്യയ്ക്ക് ഗുരുവായൂർ കൃഷ്ണപ്രസാദ്, വിഘ്നേഷ് പൂങ്കുന്നം എന്നിവരുടെ ഡബിൾ തായമ്പകയും ഉണ്ടാകും. മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാപരിപാടികൾ അരങ്ങേറും. രാത്രി 8:30 കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ അരങ്ങിലെത്തുന്ന ദക്ഷയാഗം കഥകളിയും ഉണ്ടാകും. ചാവക്കാട് സബ് കോടതി വക നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള വിളക്കാഘോഷമാണ് കോടതി വിളക്ക്. ഹൈക്കോടതി ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവർ രാത്രി ചുറ്റുവിളക്ക് തെളിയിക്കാൻ ഗുരുവായൂരിലെത്തും. യുവാവിനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 2 വർഷം 6.5 മാസം തടവ് ശിക്ഷ. നാട്ടിക പള്ളം ബീച്ച് കണ്ണമ്പറമ്പിൽ വീട്ടിൽ 37 വയസ്സുള്ള കരിപ്പായി എന്ന രമേശിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിവിധ വകുപ്പുകളിലായി ശിക്ഷിച്ചത്. വലപ്പാട് സ്വദേശി തൈവളപ്പിൽ സുമോദിനെ വെട്ടുകത്തി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ശിക്ഷ. 2020 ഓഗസ്റ്റിലാണ് സംഭവം. മദ്യപിക്കാൻ പണം നൽകാത്തതിലുള്ള വിരോധത്തിലാണ് സുമോദിനെ പ്രതി ആക്രമിച്ചത്. രമേശ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും കാപ്പ നിയമം ലംഘിച്ചതിന് തടവിൽ കഴിഞ്ഞുവരുന്നയാളും വലപ്പാട് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളുമാണ്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ ഹാജരായി. 124 വർഷം പഴക്കമുള്ള വിദ്യാലയ മുത്തശ്ശിക്ക് സ്വന്തം സ്ഥലത്ത് സ്വന്തമായി കെട്ടിടം ഉയരുന്നു. പൂർവ്വ വിദ്യാർത്ഥി തടാകം ഫൗണ്ടേഷൻ ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് ഹാജി വാങ്ങി നൽകിയ 30 സെന്റ് സ്ഥലത്താണ് വടക്കേ പുന്നയൂർ GMLP സ്കൂളിന് സ്വന്തമായി കെട്ടിടം ഉയരുന്നത്. NK അക്ബർ MLA നിർമ്മാണോദ്ഘാടനം നടത്തി.
സ്കൂളിൽ അടിസ്ഥാന സൗകര്യമില്ലാതെ വിദ്യാർത്ഥികളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞതോടുകൂടി അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്നു വടക്കേ പുന്നയൂർ ഗവൺമെന്റ് മാപ്പിള ലോവർ പ്രൈമറി സ്കൂൾ. പുന്നയൂർ പഞ്ചായത്ത് പുതിയ ഭരണസമിതി അധികാരമേറ്റ് നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് സ്കൂളിന് സ്വന്തമായി സ്ഥലം കണ്ടെത്താനായത്. NK അക്ബർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 99,50,000 രൂപ അനുവദിച്ചുകൊണ്ടാണ് കെട്ടിടം പ്രാവർത്തികമാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ NK അക്ബർ MLA ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. തടാകം കുഞ്ഞുമുഹമ്മദ് ഹാജി മുഖ്യാതിഥിയായിരുന്നു. പുന്നയൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരും വാർഡ് മെമ്പർ സലീന നാസർ തുടങ്ങി പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും പങ്കെടുത്ത ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ സ്വാഗതവും പ്രധാന അധ്യാപിക PC വിലാസിനി നന്ദിയും പറഞ്ഞു. ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. കൊട്ടേക്കാട് ചിറ്റിലപ്പള്ളി ഷെല്ലിയുടെയും ലിസിയുടെയും മകൻ 17 വയസ്സുള്ള സാം ഷെല്ലിയാണ് മരിച്ചത്. ഞായറാഴ്ച തൃശൂരിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ ശാരീരിക അസ്വാസ്ഥ്യം തോന്നിയ കുട്ടി കളി നിർത്തി വിശ്രമിക്കുകയായിരുന്നു. തുടർന്ന് കുഴഞ്ഞു വീണ സാം ഷെല്ലിയെ തൃശൂരിലെ ദയാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാത്രി 7 മണിയോടെ മരിക്കുകയായിരുന്നു. സംസ്കാരം കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംഷനിൽ വെച്ച് നടന്നു. നിരഞ്ജന റോസ്, മനു എന്നിവർ സഹോദരങ്ങളാണ്. ഡിവൈഎഫ്ഐ എളവള്ളി മേഖലാ പ്രസിഡന്റും മുത്താളി കുഞ്ഞുകുട്ടന്റെയും വിജയുടെയും മകനുമായ വിജിത്ത് ഹൃദയാഘാതം മൂലം നിര്യാതനായി. 33 വയസ്സാണ്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9-ന് എളവള്ളി പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടക്കും. CPIM പണ്ടരക്കാട് ബ്രാഞ്ച് സെക്രട്ടറി, PKS ലോക്കൽ കമ്മിറ്റി അംഗം, ചിറ്റാട്ടുകര സഹകരണ ബാങ്ക് ജീവനക്കാരൻ എന്നീ ചുമതലകൾ വഹിക്കുന്ന വിജിത്തിന് വ്യാഴാഴ്ച രാത്രിയാണ് ആകസ്മിക അന്ത്യം സംഭവിച്ചത്. ആതിര ഭാര്യയും വിഹാൻ, വൈഭവ് എന്നിവർ മക്കളുമാണ്. വിനീഷ സഹോദരിയാണ്. CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, ഏരിയ സെക്രട്ടറി PA രമേശൻ, DYFI ജില്ലാ സെക്രട്ടറി റോസൽ രാജ്, മുരളി പെരുന്നെല്ലി MLA തുടങ്ങി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും അന്തിമോപചാരം അർപ്പിച്ചു. മത്സ്യക്കച്ചവടത്തിലെ ഒരു ദിവസത്തെ ലാഭവും തൊഴിലാളികളുടെ കൂലിയും കുരുന്നു സഹോദരങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് കാരുണ്യത്തിന്റെ മാതൃക തീർത്ത് വെള്ളറക്കാട് ചെമ്പകശ്ശേരി ഗ്രൂപ്പ് ബോൺമാരോ രോഗം ബാധിച്ച് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന ചെമ്മന്തിട്ട, കാളിയടത്ത് മനോജ്, സുധ ദമ്പതികളുടെ മക്കളായ അവനിക, ആയുഷ് എന്നിവരുടെ ചികിത്സാ സഹായ നിധിയിലേക്കാണ് ഒരു ദിവസത്തെ മുഴുവൻ ലാഭവും തൊഴിലാളികളുടെ കൂലിയും ഉൾപ്പെടുത്തി 1 ലക്ഷം രൂപ നൽകുന്നത്. 31 വാഹനങ്ങളിലായി 62 തൊഴിലാളികളാണ് വിവിധയിടങ്ങളിൽ മത്സ്യവിൽപ്പന നടത്തിയത്. AC മൊയ്തീൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ്, മെമ്പർമാരായ ഗഫൂർ കടങ്ങോട്, KR സിമി, രമ്യ ഷാജി എന്നിവരും പൊതുജനങ്ങളും പങ്കെടുത്തു. NCP ദേശീയ സംസ്ഥാന നേതാക്കൾ CPIM-ൽ ചേർന്നു. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി, ശരത് പവാർ വിഭാഗം ദേശീയ സംസ്ഥാന നേതാക്കളാണ് CPIM-ൽ ചേർന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി AV വല്ലഭൻ, ദേശീയ സമിതി അംഗം TA മുഹമ്മദ് ഷാഫി, ജില്ലാ വൈസ് പ്രസിഡന്റ് KV പ്രവീൺ, ജില്ലാ സെക്രട്ടറി AL ജേക്കബ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പ്രസന്നകുമാർ, മണലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TJ ജോൺസൺ, ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് V രാധാകൃഷ്ണൻ, നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും ചൂണ്ടൽ പഞ്ചായത്ത് അംഗവുമായ മാഗി ജോൺസൺ, NCP മുൻ ബ്ലോക്ക് പ്രസിഡന്റ് K അനിൽകുമാർ, നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് NR സജേഷ്, ജില്ലാ സെക്രട്ടറി KH സരജാദാസ്, മണലൂർ ബ്ലോക്ക് സെക്രട്ടറി MM ഷമീർ, ചൂണ്ടൽ മണ്ഡലം സെക്രട്ടറി കുഞ്ഞുണ്ണി രാജൻ തുടങ്ങിയവരാണ് NCP വിട്ട് CPM-ൽ ചേർന്നത്. CPM-ൽ ചേർന്ന നേതാക്കളെയും പ്രവർത്തകരെയും CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ചെമ്പതാക നൽകിയും ഷാൾ അണിയിച്ചും സ്വീകരിച്ചു. സ്വീകരണ യോഗം അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഉത്തമനായ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ശ്രീ AV വല്ലഭൻ. അഭിമാനപൂർവ്വം പറയാൻ ഇനിയുള്ള കാലം ഇടതുപക്ഷ പൊതു മണ്ഡലത്തിൽ അദ്ദേഹത്തിന് നേരത്തെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ജീവിത മൂല്യങ്ങൾ, രാഷ്ട്രീയ മൂല്യങ്ങൾ, സംശുദ്ധമായ ഇടതുപക്ഷ രാഷ്ട്രീയം ഏറ്റവും ഉദാത്തമായി ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന വേദികളിൽ അദ്ദേഹം ഉണ്ടാകും എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയാൻ ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TK വാസു, M ബാലാജി, ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി പത്മം വേണുഗോപാൽ, CPM-ൽ ചേർന്ന AV വല്ലഭൻ,
ടി.എ. മുഹമ്മദ് ഷാഫി, കെ.വി. പ്രവീൺ എന്നിവർ സംസാരിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ സെക്രട്ടറിമാർ, വർഗ ബഹുജന സംഘടനാ നേതാക്കൾ, പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളം ബോയ്സ് ഡെഫ് സ്കൂളിൽ ഗേൾസ് ഹോസ്റ്റൽ, ഫുട്ബോൾ ടർഫ് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു. ഗവൺമെന്റ് ബദിര വിദ്യാലയത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ 2 കോടി ചെലവഴിച്ച് നിർമ്മിച്ച ലേഡീസ് ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 10 ലക്ഷം രൂപ ചെലവഴിച്ച് സജ്ജമാക്കിയ ഫുട്ബോൾ ടർഫിന്റെ ഉദ്ഘാടനം എ.സി. മൊയ്തീൻ എം.എൽ.എ. നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ സജിനി പ്രേമൻ, ടി. സോമശേഖരൻ, പ്രിയ സജീഷ്, പി.കെ. ഷബീർ, കൗൺസിലർ ബിജു സി. ബേബി, എ.ഇ.ഒ. എ. മൊയ്തീൻ, VHSC പ്രിൻസിപ്പാൾ എ. വിജയലക്ഷ്മി, ഡെഫ് സ്കൂൾ പ്രിൻസിപ്പാൾ വിപിൻ പി. ചന്ദ്രൻ, ഡെഫ് വിഭാഗം പ്രധാന അധ്യാപിക ഡോക്ടർ സിതാര, ബോയ്സ് സ്കൂൾ HM P.T. ലില്ലി, +2 പ്രിൻസിപ്പാൾ P.I. റസിയ, BPCC അനീഷ് ലോറൻസ്, നഗരസഭാ സെക്രട്ടറി K.K. മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം ഗവൺമെന്റ് ബദിര വിദ്യാലയത്തിൽ അപ്രതീക്ഷിത അതിഥിയായി ഫുട്ബോൾ ഇതിഹാസം I.M. വിജയൻ. കാൽപന്ത് കളിയിലെ വിസ്മയ താരത്തിന്റെ സർപ്രൈസ് എൻട്രിയിൽ കുട്ടികൾ ആഹ്ലാദത്തിലായി. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും കേരള പോലീസ് ഡെപ്യൂട്ടി കമാൻഡറുമായിരുന്ന I.M. വിജയൻ കുന്നംകുളം നഗരമധ്യത്തിലുള്ള ഗവൺമെന്റ് ബദിര വിദ്യാലയത്തിലേക്ക് എത്തിയത്. സ്കൂൾ അങ്കണത്തിൽ നിർമ്മിച്ച ഫുട്ബോൾ ടർഫിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് വിജയനെ സ്കൂൾ അധികൃതർ ക്ഷണിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ മറ്റ് തിരക്കുകൾ കാരണം പങ്കെടുക്കാൻ വിജയന് കഴിഞ്ഞിരുന്നില്ല. ഉദ്ഘാടന ചടങ്ങിലേക്ക് വിജയന്റെ വരവ് പ്രതീക്ഷിച്ചിരുന്ന കുട്ടികൾക്ക് അദ്ദേഹം എത്താതിരുന്നത് മനോവിഷമത്തിനിടയാക്കി. ഇക്കാര്യം സ്കൂൾ അധികൃതരും വിജയന്റെ സൗഹൃദ വലയത്തിലുള്ളവരും അറിയിച്ചതോടെയാണ് സ്കൂളിലെത്തി കുട്ടികളെ കാണാൻ അദ്ദേഹം തയ്യാറായത്. ഒഴിവാക്കാൻ കഴിയാത്ത ചില പരിപാടികൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് തനിക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നതെന്നും കുട്ടികൾക്ക് വിഷമമുണ്ടായതറിഞ്ഞാണ് കാണാൻ വന്നതെന്നും വിജയൻ പറഞ്ഞു. കുട്ടികൾക്കൊപ്പം സെൽഫി എടുത്തും തമാശകൾ പങ്കുവച്ചും 20 മിനിറ്റിലേറെ സമയം അദ്ദേഹം ചെലവഴിച്ചു. ബദിര വിദ്യാലയത്തിലെയും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിലെയും അധ്യാപകരും വിജയനൊപ്പം സെൽഫികൾ പകർത്തി. ഉദ്ഘാടനം നടത്തിയ ടർഫിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം പന്തുതട്ടാൻ വീണ്ടും വരുമെന്ന ഉറപ്പ് കുട്ടികൾക്കു നൽകി മധുര വിതരണം നടത്തിയാണ് വിജയൻ മടങ്ങിയത്. കേരള പോലീസ് ഫുട്ബോൾ താരമായിരുന്ന MP വിനയചന്ദ്രൻ, സബ് ഇൻസ്പെക്ടറും മുൻ ബാസ്കറ്റ്ബോൾ താരവുമായ AJ വർഗീസ് എന്നിവരും I.M. വിജയനൊപ്പം ഉണ്ടായിരുന്നു. വീണ്ടും കലോത്സവ വാർത്തകളിലേക്ക്. പൊള്ളുന്ന ചൂടിനെ അവഗണിച്ച് ഒപ്പന താളത്തിൽ ലയിച്ച് കലാസ്വാദകർ. മൈലാഞ്ചി മൊഞ്ചോടെ അരങ്ങിലെത്തിയ മണവാട്ടിമാരും തോഴികളും സദസ്യരുടെ മനനിറച്ചു. UP വിഭാഗത്തിന്റെ ഒപ്പന രാവിലെ 9-ന് ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പങ്കെടുക്കേണ്ട മത്സരാർത്ഥികൾ റിപ്പോർട്ട് ചെയ്യാൻ വൈകിയതിനാൽ 1.5 മണിക്കൂർ കഴിഞ്ഞാണ് തുടങ്ങാനായത്. കടുത്ത ചൂടാണെങ്കിലും തിങ്ങി നിറഞ്ഞ സദസ്സിലെ ആർക്കും വേദി വിട്ടുപോകാൻ മനസ്സുണ്ടായിരുന്നില്ല. നിറയെ അലങ്കാരങ്ങളുള്ള വെളുത്ത വസ്ത്രങ്ങളും മൈലാഞ്ചി ചുവപ്പ് രാശിയേന്തിയ കൈകളും കഴുത്തിലും കാതിലും തിളങ്ങുന്ന ആഭരണങ്ങളുമായി മണവാട്ടിയും തോഴിമാരും അരങ്ങിലെത്തിയതോടെ സദസ്സും ഒപ്പനപ്പാട്ടിനൊപ്പം താളം പിടിച്ചു. കൈകൊട്ടിന്റെ മാത്രം താളത്തിൽ മാപ്പിളപ്പാട്ടുകളുടെ ഈണത്തിൽ വട്ടമിട്ട് താളത്തിൽ ചുവടുവെച്ച് കണ്ണിറുക്കിയും ചിരിച്ചും കുരുന്നുകൾ നിറഞ്ഞാടി. മത്സരം അവസാനിക്കുമ്പോൾ നിറഞ്ഞ കയ്യടികളോടെയാണ് ഓരോ ടീമും വേദി വിട്ടത്. തുടക്കത്തിൽ നേരിയ താളപ്പിഴകളുണ്ടായെങ്കിലും എല്ലാ പ്രായക്കാരെയും ഒരേപോലെ ആകർഷിച്ച പ്രകടനങ്ങൾ കലോത്സവത്തിന്റെ തിളക്കം കൂട്ടി. 8 ടീമുകൾ പങ്കെടുത്ത UP വിഭാഗം ഒപ്പനയിൽ തിരുവത്ര കുമാർ AUP സ്കൂളിനാണ് 1ാം സ്ഥാനം. അറബി ബൈത്തുകളും അറബി മലയാള സാഹിത്യത്തിലെ ഗാനങ്ങളും ആലപിച്ച് കൊട്ടിക്കയറി ദഫ്മുട്ടിൽ ആതിഥേയർ ജില്ലാ കലോത്സവത്തിലേക്ക്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് ഈ ഇനത്തിൽ സീതി സാഹിബ് സ്കൂളിലെ വിദ്യാർത്ഥികൾ A ഗ്രേഡ് നേടി വിജയിച്ചത്. ഹയർ സെക്കൻഡറിയിൽ ഒരു ടീം മാത്രമാണ് മത്സരിച്ചത്. മത്സരത്തിനു ശേഷം വിദ്യാർത്ഥികൾ ആഹ്ലാദവും പങ്കുവച്ചു.
കലോത്സവ വിജയികൾക്കുള്ള ട്രോഫികളുടെ വിതരണ ഉദ്ഘാടനം നടന്നു. വിവിധ ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് ചാവക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VB സിന്ധു, ട്രോഫി കമ്മിറ്റി കൺവീനർ KS സുഗിൽ എന്നിവർ ചേർന്ന് ട്രോഫികൾ നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വ്യക്തിഗത ട്രോഫി ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് ഷബീർ, സെക്രട്ടറി ഹംസ, ട്രഷറർ റഷീദ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. UP വിഭാഗത്തിൽ ഭരതനാട്യം, ഓട്ടൻതുള്ളൽ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയ ആരാധ്യ, UP വിഭാഗത്തിൽ ഹിന്ദി പദ്യം ചൊല്ലലിൽ ഒന്നാം സ്ഥാനം നേടിയ ആൻ കാതറിൻ ബാബു, ഹൈസ്കൂൾ വിഭാഗത്തിൽ ഉറുദു പ്രസംഗം മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ തൈക്കാട് VRRM HSS സ്കൂളിലെ വിദ്യാർത്ഥിനി ഷാഫിയ, ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം പദ്യം ചൊല്ലലിൽ ഒന്നാം സ്ഥാനം നേടിയ തൈക്കാട് സ്കൂളിലെ വിദ്യാർത്ഥിനി ഹൃദ്യ എന്നിവരാണ് ട്രോഫികൾ ഏറ്റുവാങ്ങിയത്. ട്രോഫി കമ്മിറ്റി അംഗങ്ങളായ ഷമീറ, സീനത്ത്, വിനു, സാദിഖ് എന്നിവർ പങ്കെടുത്തു. കണ്ണഞ്ചിപ്പിക്കുന്ന തിളക്കമുള്ള വസ്ത്രങ്ങളും കഴുത്തിൽ മിന്നിത്തിളങ്ങുന്ന മാലകളും ചേലുകൂട്ടാൻ മുടിയഴകും കിരീടവും, ഇതാണ് സംഘനൃത്തം എന്ന് പറയുമ്പോൾ മനസ്സിൽ പതിയുന്ന ചിത്രം. വർണ്ണശബളമായ വേഷവിധാനങ്ങളാണ് സംഘനൃത്ത മത്സരത്തെ ആകർഷകമാക്കുന്നതിലൊന്ന്. എന്നാൽ ഇതിൽ നിന്നും വിഭിന്നമായ വസ്ത്രധാരണത്തോടെയാണ് പൂവത്തൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ സംഘനൃത്തത്തിൽ ചുവടുവെച്ചത്. ചെമ്മീൻ നോവലിലെ കറുത്തമ്മയുടെ ജീവിതമാണ് മനോഹരമായ ചുവടുകളിലൂടെ കുട്ടികൾ അവതരിപ്പിച്ചത്. കള്ളിമുണ്ടും തോർത്തും കയ്യിൽ ഓലക്കുട്ടയുമായി വേദിയിലേക്കെത്തിയവരെ കണ്ട് കാണികളും തെല്ലോ നമ്പരന്നു. പതിവിൽ നിന്നും വ്യത്യസ്തമായ കഥാവിഷ്കാരം കൊണ്ട് കുരുന്നു കലാകാരികൾ കയ്യടി നേടി. ലളിതമായ രീതിയിലും വേദി കീഴടക്കാം എന്ന് തെളിയിക്കുകയാണ് പൂവത്തൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾ. കലോത്സവ നഗരിയിലെ ഊട്ടുപുര സജീവമാണ്. രുചികരമായ ഭക്ഷണം ഒരുക്കിയാണ് ഭോജനശാലയുടെ പ്രവർത്തനം. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ എത്തുന്നവർക്ക് വയറും മനസ്സും നിറഞ്ഞ് ഇവിടെ നിന്ന് പോകാനായിട്ട് ഭക്ഷണ കലവറ സജീവമാണ്. രുചികരമായിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണിയാണ് കലോത്സവ ദിനങ്ങളിൽ ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ആയിട്ട് നൽകുന്നത്. കലോത്സവത്തിന്റെ ആദ്യ ദിനമായ തിങ്കളാഴ്ച നാടൻ വിഭവങ്ങളോടെ ഉച്ചയ്ക്ക് സദ്യയാണ് നൽകിയത്. സ്റ്റേജിന മത്സരങ്ങളിലേക്ക് എത്തിയതോടെ കുട്ടികളുടെയും ഒഫീഷ്യൽസിന്റെയും വരവ് വർദ്ധിക്കുന്ന കൂടുതൽ ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കുന്ന ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ സാലഡും അച്ചാറും അടങ്ങിയ സ്വാദേറും വെജിറ്റബിൾ ബിരിയാണിയാണ് ഒരുക്കിയത്. സമാപന ദിവസമായ വെള്ളിയാഴ്ച വിഭവസമൃദ്ധമായ സദ്യ നൽകും. ഏകദേശം 10,000-ഓളം പേർ 4 ദിവസങ്ങളിലായി ഭോജനശാലയിലെത്തും എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് മാസ്റ്റർ പേര് ലിജോ മാഷുണ്ട്. ലിജോ മാഷ്, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സജ്ജീകരണങ്ങളൊക്കെ? ചാവക്കാട് സബ് ജില്ലയിലുള്ള ഒരുവിധം എല്ലാ അധ്യാപകരും ഈ ഭക്ഷണ കമ്മിറ്റിയുമായി പല ദിവസങ്ങളിലായി സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇത് വളരെ മനോഹരമായിട്ട് നടക്കുന്നത്. അതുപോലെ ഈ ഭക്ഷണം നമുക്കായി ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാവർട്ടിയിലുള്ള അലൻ കാറ്ററിംഗ് സർവീസാണ്. ഒരു പൂവ് ചോദിച്ചാൽ പൂന്തോട്ടം തരുന്ന തരത്തിലുള്ള അവരുടെ സഹകരണവും എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. ഒരുപാട് ആളുകളിൽ നിന്ന് നല്ല അഭിപ്രായങ്ങൾ കിട്ടാനായിട്ട് സാധിച്ചു. അതിലും വളരെയധികം സന്തോഷമുണ്ട്. ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ മുജീബ് റഹ്മാൻ, കൺവീനർ CJ റൈമൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഫുഡ് കമ്മിറ്റിയാണ് ക്രമീകരണങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് കൺവീനർ ആയിട്ടുള്ള റൈമൺ മാഷുണ്ട്. മാഷ്, ഇപ്പോൾ ഈ 3 ദിവസങ്ങളിലും വെജിറ്റബിൾ ബിരിയാണിയാണ്. 2 ദിവസം വെജിറ്റബിൾ ബിരിയാണി, നാളെ സദ്യയാണ്. ഇപ്പോൾ സമൃദ്ധമായിട്ടുള്ള ഒരു സദ്യ തന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാല്ലേ? പായസം അടക്കം, പപ്പടം, പായസം അടക്കം നമ്മൾ വിപുലമായ ഒരുക്കങ്ങൾ ഒരുക്കി. വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവരുടെ സഹകരണം ഉണ്ടായി. മറ്റേ തിരുവള്ളൂർ സ്കൂള്, അതുപോലെ തന്നെ MRM, അവിടെയുള്ള NSS വോളണ്ടിയേഴ്സ്, അവരൊക്കെ നമ്മളായിട്ട്, അതേപോലെ ലിറ്റിൽ കൈറ്റ് പിള്ളേര്, അതേപോലെ MRലെ SPC, അങ്ങനെ എല്ലാ പിള്ളേരും നമ്മളെ സഹകരിച്ചു. ഭക്ഷണം കൊടുക്കുന്നതിൽ ആദ്യം തുടങ്ങി അവസാനത്തെ ആൾക്ക് വരെ ഭക്ഷണം കൊടുക്കാൻ കാലത്തു മുതലേ സജ്ജമായിരിക്കുന്ന അധ്യാപകരുടെ ശുഷ്കാന്തി എടുത്തു പറയേണ്ടതാണ്. പാവർട്ടി അലൻ കാറ്ററിംഗ്സ് ആണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ബിരിയാണി തയ്യാറാക്കിയത് രാജുവിന്റെ നേതൃത്വത്തിലായിരുന്നു. ഞങ്ങള് 2-3 പേര് കൂടിയിട്ടുള്ള ഒരു പരിപാടികളാണ്. ഇതിന്റെ മെയിൻ ആള് രാജു എന്ന ആളാണ്. ആള് വന്ന് പിന്നെ നാളെ 2 ദിവസമായി വെജിറ്റബിൾ ബിരിയാണിയാണ്. അത് മാത്രം നമ്മളെ ഇതിലുള്ളൂ. നാളെ സദ്യ അങ്ങനത്തെ സാധനങ്ങളാണ്. അതിൻ്റെതായ രീതിയിലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. നല്ല നല്ല സാധനങ്ങളൊക്കെ ഇട്ടിട്ട് തന്നെ അതേമാതിരി തന്നെയുള്ള തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നതല്ല, നമ്മളൊരു ഫംഗ്ഷന്റെ പരിപാടി തന്നെ ചെയ്തിട്ടുള്ളത്. ചില 2000 സംതിങ് ആളുടെ 3000 മേലേക്കുള്ള ആൾക്കാർ 3000 ആൾക്കാർ വെച്ചിട്ടുണ്ടായിരുന്നു. സമൃദ്ധിയായിട്ട് കൊടുക്കുകയാണ്, കുറവ് വരില്ല. ഇല്ല, അതൊന്നുമില്ല. നമ്മള് കാറ്ററിംഗ് പോലെ തന്നെ മൊത്തത്തിൽ കൊടുക്കണം. പച്ചക്കറി സദ്യയുടെ ചുമതല മുരളിക്കായിരുന്നു.
അധ്യാപക സംഘടനകൾ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, നാഷണൽ സർവീസ് സ്കീം, ലിറ്റിൽ കൈറ്റ്സ് എന്നീ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലും സഹകരണത്തിലുമായിരുന്നു ഭക്ഷണ വിതരണം. അപ്പൊ നമുക്ക് ഭക്ഷണ ക്രമീകരണത്തിനായിട്ട് ഒരുപാട് വളണ്ടിയർമാർ ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഡ്യൂട്ടിയൊക്കെ? സെറ്റായി, ഇഷ്ടമായോ ഡ്യൂട്ടിയൊക്കെ? അടിപൊളിയാണ്. ഏകദേശം എപ്പോഴാണ് അവസാനിക്കാറ് ഇവിടെ ഫുഡ് എടുക്കുന്നത്? 3-4 മണി വരെ ഉണ്ടാവും. വളരെ നന്നായിട്ട് 3 ദിവസത്തെ കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് നടന്നു. ഭക്ഷണ കുട്ടികൾ എല്ലാവരും നല്ല തൃപ്തരായിരിക്കും. വേദികളിൽ മത്സരങ്ങൾ തകൃതിയായി പുരോഗമിക്കുമ്പോൾ മത്സരാർത്ഥികളുടെയും സ്കൂളിന്റെയും റിസൾട്ടുകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് പ്രോഗ്രാം കമ്മിറ്റി. കൃത്യമായും വ്യക്തമായും പോയിന്റുകൾ ചിട്ടപ്പെടുത്തി നൽകുക എന്ന ഭാരിച്ച ചുമതലയാണ് പ്രോഗ്രാം കമ്മിറ്റിക്കുള്ളത്. ഓരോ മണിക്കൂറിലും പോയിന്റിൽ വരുന്ന വ്യത്യാസവും മനസ്സിലാക്കി വേണം വിലയിരുത്താൻ. അതുകൊണ്ട് തന്നെ പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളെല്ലാം ഉത്തരവാദിത്തത്തോടെ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. നാളെ മേളയ്ക്ക് കൊടിയിറങ്ങും വരെ ഈ വിഭാഗത്തിന് തിരക്കോട് തിരക്ക് തന്നെയാണ് ഉണ്ടാവുക. മറ്റു വാർത്തകളിലേക്ക്. കുന്നംകുളം നഗരസഭ ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പ് 2 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന VHSC ലാബ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കൗൺസിലർ ബിജു C ബേബി, AEO A മൊയ്തീൻ, VHSC പ്രിൻസിപ്പാൾ A വിജയലക്ഷ്മി, ഡെഫ് സ്കൂൾ പ്രിൻസിപ്പാൾ വിപിൻ P ചന്ദ്രൻ, പ്രധാന അധ്യാപിക ഡോക്ടർ സിതാര, ബോയ്സ് സ്കൂൾ പ്രധാന അധ്യാപിക PT ലില്ലി, പ്രിൻസിപ്പാൾ PI റസിയ, BPCC അനീഷ് ലോറൻസ്, E സന്തോഷ് കുമാർ, നഗരസഭാ സെക്രട്ടറി KK മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂരിൽ നാശോന്മുഖമായി കിടന്നിരുന്ന 1 ഏക്കറോളം വരുന്ന ഞാറക്കുളം നഗരസഭ കെട്ടി സംരക്ഷിച്ച് നാടിന് സമർപ്പിച്ചു. 2.5 കോടി രൂപ ചെലവഴിച്ചാണ് 98 സെന്റ് വരുന്ന കുളം കെട്ടി സംരക്ഷിച്ചത്. ചുറ്റും കെട്ടി ഉയർത്തിയ ശേഷം ചുറ്റുഭാഗത്തും ടൈൽ വിരിച്ച് പ്രഭാത സായാഹ്ന സവാരിക്ക് കഴിയുന്ന തരത്തിൽ തയ്യാറാക്കി. ഇരിപ്പിടങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ചുറ്റും അലങ്കാര ബൾബുകളും സ്ഥാപിച്ച് മനോഹരമാക്കി. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് കുളം നാടിന് സമർപ്പിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ AS മനോജ്, A സായിനാഥൻ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TT ശിവദാസ്, KP വിനോദ്, നഗരസഭാ സെക്രട്ടറി H അഭിലാഷ് കുമാർ, മുനിസിപ്പൽ എഞ്ചിനീയർ നിഷി ദേവദാസ്, TK രാജീവ് എന്നിവർ സംസാരിച്ചു. മതിൽ നിർമ്മാണം അനധികൃതമെന്ന ആരോപണം. പൊളിച്ചുമാറ്റാൻ ഉത്തരവായിട്ടും തയ്യാറാകാതെ സ്ഥലയുടമ. കളക്ടർക്കും മുഖ്യമന്ത്രിക്കും പരാതിക്കൊരുങ്ങി നാട്ടുകാർ. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ ചെമ്മന്തിട്ട വില്ലേജിൽപ്പെട്ട തലപ്പള്ളി സുനിൽകുമാറിനെതിരെയാണ് പഞ്ചായത്ത് വഴി കയ്യേറി മതിൽ നിർമ്മിച്ചതായി പ്രദേശവാസികൾ പഞ്ചായത്തിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ താലൂക്ക് സർവേയർ വഴിയളക്കുകയും പൊതുവഴി കയ്യേറിയതായി കണ്ടെത്തുകയുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി മതിൽ പൊളിച്ചുമാറ്റാൻ സ്ഥലമുടമയ്ക്ക് നോട്ടീസ് നൽകിയിട്ടും പൊളിച്ചുമാറ്റാൻ തയ്യാറാകാത്തതിനാലാണ് കളക്ടർക്കും മുഖ്യമന്ത്രിക്കും പരാതിക്കൊരുങ്ങുന്നതെന്ന് പരാതിക്കാരിൽ ഒരാളായ ഷൽജി പറഞ്ഞു. ഞങ്ങൾ പഞ്ചായത്തിൽ കംപ്ലയിൻറ്റ് ചെയ്തു. ഇത് സർവേക്കലിൽ അകത്തിട്ടിട്ട് റോഡിലേക്ക് ഇറക്കിയിട്ടാണ് റോഡ് മതിൽ നിർമ്മാണം നടത്തുന്നത്. മറ്റു നിങ്ങൾ എല്ലാ വീട്ടുകാരും കൂടി 5-8 വീട്ടുകാർ കൂടി ചുറ്റുവട്ടത്തുള്ളവരെല്ലാം കൂടി ഒപ്പിട്ട് സൈൻ ചെയ്തിട്ട് അവിടെ കൊടുത്തു, പഞ്ചായത്തിൽ കൊടുത്തു. അവർ വന്ന് നോക്കിയിട്ട് അവർക്ക് നിജസ്ഥിതി മനസ്സിലായപ്പോൾ അവർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. അതൊന്നും വക വയ്ക്കാതെ അവർ പണി പൂർത്തിയാക്കിയപ്പോഴാണ് ഞങ്ങൾ ഈ ഇവിടെ വടക്കാഞ്ചേരി പോയിട്ട് ഈ താലൂക്ക് സർവീസ് ലീഗൽ സൊസൈറ്റിയിൽ കംപ്ലയിൻറ്റ് ചെയ്തു. അവിടുന്ന് അവർ അന്വേഷണ കമ്മീഷനെ വെച്ച് അവർ താലൂക്ക് സർവേയർ വന്ന് അളന്നു. അപ്പോൾ മനസ്സിലായി റോഡ് കയ്യേറിയിട്ടുണ്ടെന്നില്ല. അതിൻ്റെ സ്കെച്ചും അതിൻ്റെ റിപ്പോർട്ടും ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ട് അവിടുന്ന് അവർ റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തു. അത് പൊളിക്കണമെന്ന് പറഞ്ഞിട്ട് പൊളിക്കേണ്ടതാണ് പറഞ്ഞിട്ട് സെക്രട്ടറി 10-ാം തീയതി ഇവർക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട് പൊളിക്കാൻ പറഞ്ഞിട്ട്. അവർ ഇത്ര ദിവസമായിട്ടും അത് പൊളിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കളക്ടർക്ക് എല്ലാവരും കൂടിയിട്ട് ഒപ്പിട്ടിട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ്. എന്നാൽ തങ്ങൾ കയ്യേറ്റം നടത്തിയിട്ടില്ലെന്നും 2 വർഷം മുമ്പ് താലൂക്ക് സർവേയർ അളന്നു തിട്ടപ്പെടുത്തി തന്ന സ്ഥലത്താണ് നിർമ്മാണം നടത്തിയിരിക്കുന്നതെന്നും സ്ഥലം ഉടമയായ തലപ്പള്ളി വീട്ടിൽ സുനിൽ പറഞ്ഞു. നിർമ്മാണം അനധികൃതമാണെങ്കിൽ മതിൽ പൊളിച്ചുമാറ്റാൻ താൻ തയ്യാറാണെന്നും സുനിൽ പറഞ്ഞു. പഞ്ചായത്ത് മുൻകൈയെടുത്ത് വഴിയളന്ന് അതിർത്തി നിശ്ചയിച്ച് മറ്റുള്ളവരുടെയും കയ്യേറ്റം പൊളിച്ചുമാറ്റാൻ നടപടിയെടുക്കാൻ പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും സുനിൽ പറഞ്ഞു. അത് 2023 അതായത് 2 വർഷം മുന്നേ ഞങ്ങൾ താലൂക്ക് സർവേയർ വന്ന് അളന്ന് തന്ന സ്ഥലത്താണ് ഇപ്പം ഞങ്ങൾ ഈ മതിൽ കെട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് കുറച്ച് കയറിയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ മറ്റു മതിലുകളും അത് അളന്ന് തിട്ടപ്പെടുത്തിയിട്ട്
ഇതിനോടൊപ്പം തന്നെ മറ്റ് ഈ വഴിയിലുള്ള എല്ലാ അതിർത്തികളും അളന്ന് ചിട്ടപ്പെടുത്തിയിട്ട് അവരുടെ ഒപ്പം ഞങ്ങളും പൊളിച്ചു തരാൻ തയ്യാറാണ്. ഞങ്ങൾക്കിപ്പോൾ അതിൽ ഇതിപ്പോൾ കുറച്ചൊക്കെ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പൊളിച്ചു തരാൻ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ പൊതുജനങ്ങളുടെ താല്പര്യാർത്ഥം അങ്ങനെയാണെച്ചെങ്കിൽ ഞങ്ങൾ പൊളിച്ചു തരാൻ തയ്യാറാണ്, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഈ ഞങ്ങൾ മാത്രം അതിൽ പൊളിച്ചുകൊണ്ട് ഇവിടെ ഒരു വികസനം വരാൻ പോകുന്നില്ല. ഈ റോഡ് മൊത്തം അളന്ന് തിട്ടപ്പെടുത്തി പഞ്ചായത്ത് തിട്ടപ്പെടുത്തി അത് ക്ലിയർ ചെയ്തിട്ട് എല്ലാവരെയും പൊളിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ പൊളിച്ചു തരാൻ തയ്യാറാണ്. എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ വനിതാ ക്ഷേമ സഹകരണ സംഘം മങ്ങാട് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ വനിതാ സംഘം പ്രസിഡന്റ് ഷീജ സുരേഷ് അധ്യക്ഷയായി. സംഘം വൈസ് പ്രസിഡന്റ് സുമന സുഗതൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം KM അഷ്റഫ്, എരുമപ്പെട്ടി സഹകരണ സംഘം പ്രസിഡന്റ് UK കൃഷ്ണൻകുട്ടി, സെക്രട്ടറി MS സിദ്ധൻ, ബോർഡ് മെമ്പർ ബിബിൻ, ക്ഷീരസംഘം മുൻ പ്രസിഡന്റ് PT ദേവസി, ബോർഡ് മെമ്പർ KK യോഗേഷ്, CDS ചെയർപേഴ്സൺ നകുല പ്രമോദ് എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മുറ്റം നവീകരണം, കുടിവെള്ള കിണറിന്റെ ഉദ്ഘാടനം എന്നിവ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് 17.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുമായാണ് മുറ്റം ടൈൽ വിരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VC ബിനോജ്, HMC അംഗങ്ങളായ KV ശങ്കരനാരായണൻ, PT ജോസഫ്, NG മോഹനൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TP രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭയും കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയും സംയുക്തമായി IEC പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാക്കത്തോണും ഹരിതകർമ്മസേന സംഗമവും നടത്തി. രാവിലെ 10 മണിക്ക് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് വാക്കത്തോൺ ആരംഭിച്ചു. കൗൺസിലർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ നഗരം ചുറ്റിയ വാക്കത്തോൺ ടൗൺ ഹാളിൽ സമാപിച്ചു. തുടർന്ന് രാവിലെ 11 മണിക്ക് നടന്ന ഹരിതകർമ്മസേന സംഗമം സമാവേശ് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ സോമശേഖരൻ സ്വാഗതം പറഞ്ഞു. പ്രിയ സജീഷ്, സജ്നി പ്രേമൻ, സൗമ്യാനിലൻ, ഷബീർ PK എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് സോഷ്യൽ കം എക്സ്പെർട്ട് ഡോക്ടർ ശുഭിത മേനോൻ ആശംസാ പ്രസംഗം നടത്തി. ക്ലീൻ സിറ്റി മാനേജർ അജിത് AV നന്ദിയും പറഞ്ഞു. പ്രധാനാതിഥിയായി പങ്കെടുത്ത റിട്ടയർഡ് HSS അധ്യാപകൻ സ്റ്റാൻലി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നടത്തി. തുടർന്ന് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സാംസ്കാരിക പരിപാടികളും സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ക്വിസ് മത്സരവും നടത്തി. വിജയികൾക്ക് അനുമോദന പത്രവും ട്രോഫിയും സമ്മാനിച്ചു. പരിപാടിയുടെ അവസാനത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് വിതരണം നടത്തി. സമാപന ചടങ്ങിൽ KSW MP എഞ്ചിനീയർ മുഹസിന CK നന്ദി പറഞ്ഞു. ഗുരുവായൂർ GUP സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം NK അക്ബർ MLA നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച 1.25 കോടി രൂപ ചെലവിട്ടാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 3 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ ക്ലാസ് മുറികൾ, സ്റ്റാഫ് റൂമുകൾ, കമ്പ്യൂട്ടർ ലാബ്, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയുണ്ടാകും. സ്കൂളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ AM ഷഫീർ, ശൈലജ സുധൻ, AS മനോജ്, A സായിനാഥൻ, പ്രധാനാധ്യാപിക ER സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. AC മൊയ്തീൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുട്ടഞ്ചേരി മുരിങ്ങാത്തേരി പാലത്തിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ്, മെമ്പർമാരായ NP അജയൻ, ES സുരേഷ്, പ്രദേശവാസികളായ KA ശ്രീധരൻ, വിൽസൺ, ഷൈബു എന്നിവർ സംസാരിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് തിച്ചൂരിൽ നിർമ്മാണം പൂർത്തീകരിച്ച 30 നമ്പർ അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം MP K രാധാകൃഷ്ണൻ നിർവഹിച്ചു. 2023-24 വർഷത്തെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 28 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ദീർഘകാലം അങ്കണവാടി സേവനം അനുഷ്ഠിച്ച വർക്കർ പാറുകുട്ടി ടീച്ചർ, കൗസല്യ, കെട്ടിട നിർമ്മാണം കോൺട്രാക്ടർ ലത്തീഫ്, വാർഡ് മെമ്പർ VT സജീഷ്, ബ്ലോക്ക് മെമ്പർ പ്രീതി ഷാജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചേലക്കര MLA UR പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ മുഖ്യാതിഥിയായി. വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത,
ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ TA ഹിദായത്തുള്ള, വിമല പ്രഹ്ലാദൻ, PK യശോദ, അങ്കണവാടി വർക്കർ MP ഉഷാദേവി, ഹെൽപ്പർ M സ്മിത എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയ്ക്ക് വീണ്ടും അംഗീകാരം. ഇന്ത്യയിലുടനീളമുള്ള നഗരവികസനത്തിന്റെ പരിവർത്തന യാത്ര ആഘോഷിക്കുന്നതിനായി ഭവന നഗരകാര്യ മന്ത്രാലയം ഈ മാസം 8, 9 തീയതികളിൽ ഡൽഹി ദ്വാരക യശോഭൂമിയിൽ നടക്കുന്ന നാഷണൽ അർബൻ കോൺക്ലേവിലേക്കാണ് ഗുരുവായൂർ നഗരസഭയ്ക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. കോൺക്ലേവിന്റെ ആദ്യ ദിവസം അറിയപ്പെടാത്തവരെ ആഘോഷിക്കുന്നു എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയിലേക്ക് ഇന്ത്യയിലെ നഗരങ്ങളുടെ ചുരുക്ക പട്ടികയിൽ 5 നഗരങ്ങൾക്ക് ക്ഷണം ലഭിച്ചതിൽ ഒന്നാമത് ഗുരുവായൂർ നഗരസഭയ്ക്കാണ്. പ്രത്യേകം തയ്യാറാക്കിയ വീഡിയോ അവതരണത്തിലൂടെയും ഫോട്ടോഗ്രാഫുകൾ വഴിയും നഗരങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ഇവിടെ പ്രദർശിപ്പിക്കും. പ്രതിവർഷം 3 കോടിയോളം ഭക്തർ വന്നു പോകുന്ന തീർത്ഥാടന നഗരമായ ഗുരുവായൂരിലെ നിലവിലെ അവസ്ഥയുടെയും സുസ്ഥിരതയുടെയും വിശദാംശങ്ങളോടെ ദേശീയതലത്തിൽ പ്രദർശിപ്പിക്കാനാവുന്നു എന്നത് ഏറെ പ്രധാനമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് പറഞ്ഞു. ഹയർ സെക്കൻഡറി മലയാള അധ്യാപക സമിതിയുടെ നേതൃത്വത്തിൽ മലയാള മഹോത്സവം സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി MT ഹാളിൽ നടന്ന മലയാള മഹോത്സവം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി മലയാള അധ്യാപക സമിതി പ്രസിഡന്റ് സീന MJ അധ്യക്ഷത വഹിച്ചു. സാഹിത്യ അക്കാദമിയുടെ മുൻ സെക്രട്ടറി പ്രൊഫസർ PV കൃഷ്ണൻ നായർ മുഖ്യാതിഥിയായി. സംവിധായകനും മാധ്യമപ്രവർത്തകനുമായ ഹരി P നായർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ചടങ്ങിൽ വിരമിക്കുന്ന അധ്യാപകരെയും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാര ജേതാക്കളായ ഡോക്ടർ പ്രസീത KP, വിവേക് PB, കുട്ടിപ്രതിഭകളായ അനുപ്രിയ S തുരുത്തേൽ, അയന സുരേഷ്, ശ്രീയ ശ്രീനിവാസ് എന്നിവരെയും ഇക്കഴിഞ്ഞ +1 പരീക്ഷയിൽ മലയാളത്തിൽ മുഴുവൻ മാർക്ക് നേടിയ പഴഞ്ഞി വെസ്റ്റ്മങ്ങാട് സെന്റ് ജോസഫ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എറീക്ക വിജു, മേഘ രാജു ഉൾപ്പെടെയുള്ള 1000ഓളം വിദ്യാർത്ഥികളെ പ്രശസ്തി പത്രം നൽകി അനുമോദിച്ചു. ചടങ്ങിൽ ഹയർ സെക്കൻഡറി മലയാള അധ്യാപക സമിതി സെക്രട്ടറി ഫെബി ജോർജ് C, ഹയർ സെക്കൻഡറി വിഭാഗം തൃശൂർ അക്കാദമിക് കോർഡിനേറ്റർ ലത TM, അധ്യാപക സമിതി പ്രഥമ പ്രസിഡന്റ് N ഹരീന്ദ്രൻ, മലയാള അധ്യാപക ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി PK ഫിലിപ്പ്, മലയാള അധ്യാപക സമിതി മുൻ പ്രസിഡന്റ് റീത്ത M ആന്റണി എന്നിവർ സംസാരിച്ചു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് അഴിമുഖം 2ാം നമ്പർ അംഗനവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും നിർമ്മാണ ഉദ്ഘാടനവും NK അക്ബർ MLA നിർവഹിച്ചു. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 19 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ റാഹില വഹാബ്, PA മുഹമ്മദ് മാസ്റ്റർ, പ്രസന്ന ചന്ദ്രൻ, അബ്ദുൽ ഗഫൂർ, സെമീറ ഷെരീഫ്, CPM കടപ്പുറം ലോക്കൽ സെക്രട്ടറി NM ലത്തീഫ്, അംഗൻവാടി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ PM ബീരു, സൂപ്പർവൈസർ ഷീബ, CDPO റോഷ്നി തുടങ്ങിയവർ സംസാരിച്ചു. ഓവർസിയർ അതുൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച കുറുവന്നൂർ ജനകീയ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനവും വെൽനസ് സെന്റർ പ്രഖ്യാപനവും നടന്നു. നാഷണൽ ഹെൽത്ത് മിഷനും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി 9 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. ജില്ലാ നഴ്സിംഗ് ഓഫീസർ ഷീജ മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്ഥിരം സമിതി അധ്യക്ഷരായ CF ജോയ്, ഷെർലി ദിലീപ് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിമല നാരായണൻ, ആരിഫ സാബിർ, ശുഭ അനിൽകുമാർ, CDS ചെയർപേഴ്സൺ വിദ്യ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ KV ഫ്രാൻസിസ്, രഞ്ജീവ്, ഹെൽത്ത് ഇൻസ്പെക്ടർ PM ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം കാണിപ്പയ്യൂർ സെന്റ് മേരി മാഗ്ദലിൻ കോൺവെന്റ് UP സ്കൂളിൽ മഴവില്ല് 2025 സംഘടിപ്പിച്ചു. സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് നടന്ന കലാമത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസുമാണ് മഴവില്ല് 2025 എന്ന പേരിൽ നടത്തിയത്. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥിയും കുന്നംകുളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടറുമായ മിഥു K തമ്പി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് രാജേഷ് KB, മാനേജർ മദർ ലുദിയ OCC, പ്രധാന അധ്യാപിക ഷൈജി ടീച്ചർ, സ്റ്റാഫ് പ്രതിനിധി നീനു C സണ്ണി എന്നിവർ സംസാരിച്ചു. സമ്മാന വിതരണം ഡോക്ടർ മിഥു K തമ്പി നിർവഹിച്ചു. വേലൂർ ഫൊറോന മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ക്യാൻസർ കെയർ പദ്ധതി തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കര ഉദ്ഘാടനം ചെയ്തു. മാതൃവേദിയുടെ മാജിക് ഓഫ് ഷെയറിംഗ് വഴി സമാഹരിച്ച 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി 16 ഇടവകകളിലെ നാനാജാതി മതസ്ഥരായ 350ഓളം ക്യാൻസർ രോഗികൾക്ക് നൽകുന്നതിനായി അതിരൂപത വികാരി ജനറൽ ഇടവക വികാരിമാരെ ഏൽപ്പിച്ചു. ചടങ്ങിൽ അമല ക്യാൻസർ ആശുപത്രിക്കും രൂപത മാതൃവേദിക്കും സാമ്പത്തിക സഹായം നൽകി.
മാതൃവേദി ഫൊറോന ഡയറക്ടർ ഫാദർ ഡേവിസ് ചിറമൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോബി തങ്ങാലൂർ, ജൂലി ഡിസ്റന്റ്, പി യേശുദാസ്, ബിജു അയ്യങ്കേരിയിൽ, ലിസി ജോർജ്, മാർട്ടിൻ പനക്കൽ, ഷിജി ജോയ്, ഷീന സാബു, KA ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ ചാലിശ്ശേരി സെന്റ് ഔഗൻസ് സുറിയാനി പള്ളി പെരുന്നാളാഘോഷം സമാപിച്ചു. പെരുന്നാൾ തലേന്ന് ബുധനാഴ്ച സന്ധ്യാനമസ്കാരത്തിന് സഭാപരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രോപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് അങ്ങാടി ചുറ്റിയുള്ള കൊടിയും സ്ലീബായും ഉണ്ടായി. പള്ളിയിലെത്തിയപ്പോൾ മെത്രോപൊലിത്ത ധൂപപ്രാർത്ഥന, ആശീർവാദം, കൈമുത്തും നടത്തി. നേർച്ച വിതരണവും ഫാൻസി വെടിക്കെട്ടുമുണ്ടായി. രാത്രി വിവിധ പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ പെരുന്നാളാഘോഷം ഗജവീരന്മാരുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ ആരംഭിച്ച് പുലർച്ചെ പള്ളിയിൽ സമാപിച്ചു. വ്യാഴാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് സിറിൽ മോർ ബസേലിയോസ് മെത്രോപൊലിത്ത കാർമ്മികത്വം വഹിച്ചു. പെരുന്നാൾ സന്ദേശവുമുണ്ടായി. പകൽ പെരുന്നാൾ ഉച്ചയ്ക്ക് ആരംഭിച്ച് വൈകിട്ട് 5-ന് ദേശങ്ങളിൽ വിളംബരം നടത്തി പള്ളിയിലെത്തി സമാപിച്ചു. തുടർന്ന് പള്ളിക്കു ചുറ്റും കൊടിയും സ്ലീബ, ആശീർവാദം, ശ്ലൈഹിക വാഴ്വും നടത്തി. പൊതുസദ്യയോടെ പെരുന്നാൾ സമാപിച്ചു. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി, സെക്രട്ടറി MV രാജു, ട്രഷറർ C ബോബൻ പോൾ എന്നിവർ നേതൃത്വം നൽകി. അഞ്ഞൂർ സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ പൗലോസ് മാർ പിലക്സിനോസ് മെത്രാപ്പൊലിത്തയുടെ 27ാം ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ 10-ന് മാവേലിക്കര രൂപത മുൻ അധ്യക്ഷൻ ഡോക്ടർ ജോഷോ മാർ ഇഗ്നാത്തിയോസ് പിതാവിനും വൈദികർക്കും സ്വീകരണം നൽകി. തുടർന്ന് മെത്രാപ്പൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും ധൂപ പ്രാർത്ഥനയും നടത്തി. തുടർന്ന് ചേർന്ന അനുസ്മരണ സമ്മേളനം മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്ത് അനുസ്മരണ സന്ദേശം നൽകി. തുടർന്ന് സൺഡേ സ്കൂൾ കലോത്സവ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. SSLCക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് വാർഡ് മെമ്പർ ഗിരീഷ് മാർ പിലക്സിനോസ് അവാർഡ് വിതരണം ചെയ്തു. കുന്നംകുളം മേഖലാ വൈദിക പ്രതിനിധി ഫാദർ റോയ് കാപ്പിൽ, സിസ്റ്റർ ജോസ്മി, ട്രസ്റ്റി പേൾവി അയ്യങ്കുളങ്ങര എന്നിവർ സംസാരിച്ചു. ഇടവക വികാരി ഫാദർ ജോസഫ് താഴത്തിൽ സ്വാഗതവും ഇടവക സെക്രട്ടറിയും മൂവാറ്റുപുഴ രൂപത MSMF പ്രസിഡന്റുമായ അന്നമ്മ ടീച്ചർ നന്ദിയും പറഞ്ഞു. നേർച്ച സദ്യയും ഉണ്ടായിരുന്നു. കടങ്ങോട് പഞ്ചായത്ത് 17-ാം വാർഡ് കുടുംബശ്രീ ADSന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെയും പോഷക ഘടകങ്ങളായ വയോജന അയൽക്കൂട്ടങ്ങളുടെയും ബാലസഭകളുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ഓക്സിലറി അംഗങ്ങളുടെയും സംഗമവും ആദരവും നടത്തി. ADS ചെയർപേഴ്സൺ സുഗിജ സുമേഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ TP ലോറൻസ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ KK മണി മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ, ബ്ലോക്ക് മെമ്പർ എന്നിവരെയും മാമ്പഴക്കാലം വയോജനക്കൂട്ടം പ്രസിഡന്റ് AM മുഹമ്മദ് കുട്ടി, വയോജനമേളയിൽ പങ്കെടുത്ത ഉണ്ണി തമ്പി, വിജ്ഞാനോത്സവം പരീക്ഷയിൽ 1ാം സ്ഥാനക്കാരിയായ മാളവിക തുടങ്ങിയവരെയും SSLC+2 വിജയികളെയും ആദരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വക ഉപഹാരം ബ്ലോക്ക് മെമ്പർക്ക് സമ്മാനിച്ചു. CDS മെമ്പർ റജുല അബ്ദുൽ വഹാബ് സ്വാഗതവും സോഷ്യൽ ഡെവലപ്മെന്റ് കൺവീനർ ഉമൈബ നന്ദിയും പറഞ്ഞു. കുന്നംകുളം ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വേട്ടേക്കരൻ പാട്ട് നവംബർ 8 ശനിയാഴ്ച നടക്കും. രാവിലെ 10-ന് പാട്ടിന് കൂറയിടും. ഉച്ചപ്പാട്ടിന് ശേഷം വൈകിട്ട് 6-ന് നിറമാല, ദീപാരാധന, തായമ്പക എന്നിവ ഉണ്ടാകും. കക്കാട് രാജപ്പൻ മാരാർ നേതൃത്വം നൽകും. കാരക്കുറ മഠം രാമചന്ദ്രൻ നായരാണ് വേട്ടേക്കരൻ പാട്ടിന്റെ കോമരം. തന്ത്രി മുണ്ടയൂർ മന നാരായണൻ നമ്പൂതിരി, മേൽശാന്തി സൗരഭ് മിശ്ര, ഊരാളൻ ശശിധര രാജ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രഭാകരൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് കരുണ പ്രസാദ്, ട്രഷറർ വിനോദ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 11,175 രൂപ, പവന് 89,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 159 രൂപ. ചരമം അഞ്ഞൂർ പാർക്കാടി തോട്ടപ്പായമന ശങ്കരൻ നമ്പൂതിരി ഭാര്യ ശ്രീമതി അന്തർജനം നിര്യാതയായി.
73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സജീഷ്, രമ്യ, സൗമ്യ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിത്രം വ്യക്തം. ഇനി പോരാട്ടത്തിലേക്ക്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡുകളുടെയും അധ്യക്ഷ സ്ഥാനങ്ങളുടെയും നറുക്കെടുപ്പ് പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ സജീവമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. കലയുടെ മൊഞ്ചോടെ ചേലുള്ള കാഴ്ചകളുമായി ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം സമാപനത്തിലേക്ക്. 374 പോയിന്റുമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ പോയിന്റ് നിലയിൽ മുന്നിൽ. മമ്മിയൂർ LF തൊട്ടുപിന്നിൽ. കലാമേളയ്ക്ക് വെള്ളിയാഴ്ച കൊടിയിറങ്ങും. സമാപന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS സമ്മാനദാനം നിർവഹിക്കും. നിശ്ചയിച്ചതിലും സമയം വൈകിയുള്ള മത്സരങ്ങളെ തുടർന്ന് ദുരിതത്തിലായി വിദ്യാർത്ഥികൾ. ഒപ്പന മത്സരത്തിനു ശേഷം നിരവധി വിദ്യാർത്ഥികൾ കുഴഞ്ഞു വീണു. 3 കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കലോത്സവ നഗരിയിൽ ബൈക്കിടിച്ച് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. ഗുരുവായൂരിൽ ഗൃഹനാഥൻ ജീവനൊടുക്കിയ സംഭവം. ആരോപണ വിധേയനായ കൗൺസിലറെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് UDF കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.